ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈവാണ് കേട്ടോ, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈവാണ്. അപ്പോൾ ലൈവ് സെക്ഷനാണ്. ഇത് റേഞ്ച് ഉണ്ടാവുമെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ലൈവിൽ വന്നതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ ഇപ്പോൾ റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സംഭവമാണ് ഞാൻ പറയാൻ പോണത്. മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് നമുക്കറിയാമല്ലോ, എത്രയോ വർഷങ്ങളായിട്ട് പഴക്കമുള്ളൊരു ഡാമാണ്. അതിൻ്റെ എന്ന് പറയുന്നത് ഇപ്പം വളരെയധികം അവസ്ഥയിലൂടെയാണ് അത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം ശോചനാവസ്ഥയാണ്. ഇപ്പോൾ തന്നെ അത് ഇന്നോ നാളെയോ എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡാം തകരുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 4.5 ലക്ഷത്തോളം ജനങ്ങളായിരിക്കും ഇല്ലാതാവുന്നത്. അതെന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു എന്താ പറയുക, നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, വയനാട്ടിൽ തന്നെ ഇപ്പോൾ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായി അല്ലേ, മണ്ണിടിച്ചിലുണ്ടായി, അങ്ങനെ ഉരുൾപൊട്ടലുണ്ടായി, അങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ മരണപ്പെട്ടു. അപ്പൊ ഇത് തന്നെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, അത് തന്നെ ഒരു സൂചനയായിരിക്കാം. ഒരുപക്ഷെ പ്രകൃതി നമുക്ക് തന്നൊരു സൂചനയായിരിക്കാം. ഈ പറയുന്ന പ്രകൃതി ദുരന്തങ്ങൾ പ്രകൃതിക്ക് പോലും പിടിച്ചു നിർത്താൻ കഴിയാത്ത അവസ്ഥയാണ് എന്നുള്ള ഒരു സൂചനയായിരിക്കാം നമുക്ക് വയനാട്ടിൽ ഇപ്പോൾ നടന്ന സംഭവം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ പ്രധാനമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. ഇടുക്കിയിലാണ്. അപ്പൊ ഇടുക്കി, വയനാട്, മലപ്പുറം ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ, അപ്പൊ അത്രയും പ്രദേശങ്ങളിൽ താമസിക്കുന്ന 4.5 ലക്ഷത്തോളം ജനങ്ങളുടെ ആ ജീവനാണ് ഭീഷണിയായിട്ടിരിക്കുന്നത്. ഇപ്പോൾ വളരെയധികം ശോചനാവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെയധികം ശോചനാവസ്ഥയാണ്. കാരണം നമുക്ക് ഈ ഒരു വയനാട്ടിൽ ഈ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇനി ഇതിനെക്കാളിലും വലിയൊരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാന്നുള്ളൊരു സൂചനയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിന്റെ ഒരു അപകടാവസ്ഥ എത്രത്തോളം വലുതാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് ഞാൻ പറഞ്ഞു തരാം. ഒരാള് ഇതുപോലെ ഒരു റിപ്പോർട്ടറാണ് അവിടെ പോയിട്ട് മുല്ലപ്പെരിയാർ ഡാമിന്റെ അവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അവിടെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ വളരെയധികം ശോചനാവസ്ഥയാണ്. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറയുകയാണ്, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്നോ നാളെയോ എന്ന് പറയുന്ന രീതിയിലാണ് ഇതിരിക്കുന്നത്. കാരണം ഇതിന്റെ അടിഭാഗം ഇതിന്റെ അടിഭാഗം ഫുള്ള് ദ്രവിച്ച് ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ് അത് എത്രത്തോളം ഇന്ന് അല്ലെങ്കിൽ നാളെ എന്നുള്ള അവസ്ഥയിൽ ആ ഒരു ഇതിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഡാമിന്റെ അവസ്ഥ എന്നാണ് പറയുന്നത്. ഇതിപ്പോ ഇങ്ങനെ താങ്ങിക്കൊണ്ട് പോകുന്ന എന്തോ ഒരു ദൈവഭാഗ്യം കൊണ്ടാണ്, എന്തോ ഒരു ദൈവശക്തിയാണ്, അല്ലെങ്കിൽ ആ ഭഗവാനാണ് ഇത് താങ്ങിക്കൊണ്ട് പോകുന്നത്. എന്തോ ഒരു പവറാണ്, ആ ഒരു ദൈവിക ശക്തിയാണ് ഇതിനെ താങ്ങിക്കൊണ്ട് പോകുന്നത് എന്താണ് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അവിടെ വർഷങ്ങളായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഈ റിപ്പോർട്ടറോട് പറഞ്ഞത്. ഇനി ഇത് തകരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന 4.5 ലക്ഷം ജനങ്ങൾക്കാണ് ഭീഷണി, ഇത്ര ജില്ലകളാണ് പോകുന്നത് എന്ന് മാത്രമാണ് നമുക്ക് ആ ഒരു റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. പക്ഷേ ഇത് തകരുകയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ പമ്പുണ്ട്, നിങ്ങൾ ചിന്തിക്കുക, പെട്രോൾ പമ്പുണ്ട്, ഗ്യാസ് ഏജൻസീസ് ഉണ്ട്, ഗ്യാസ് സിലിണ്ടേഴ്സ്. അപ്പൊ ഇതെല്ലാം പൊട്ടി തകരുകയാണെന്നുണ്ടെങ്കിൽ ഇതിനപ്പുറം കേരളം ഫുള്ളായിട്ട് ഇല്ലാതാകും. ഗൾഫ് രാജ്യങ്ങളിൽ വരെ സംഭവിക്കുന്ന അത്രയും ഭീകരമായിട്ടുള്ള ഒരു അപകടമായിരിക്കും ഉണ്ടാവാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളുടെ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കാനുള്ളതല്ല. പാർട്ടിക്കാരും തമിഴ്നാട്ടിലുള്ള തമിഴന്മാർക്കും വെച്ച് കളിക്കാനുള്ള മനുഷ്യരുടെ ജീവനും ആയുസും വെച്ച് കളിക്കാനുള്ളതല്ല. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത് നിങ്ങൾ പ്രതികരിക്കണം. ഇത് ഇപ്പോൾ എത്രയോ പേര് വന്ന് പറയുന്നു, നിങ്ങളിത് പ്രതികരിക്കൂ. ഇപ്പൊ വയനാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു ഉരുൾപൊട്ടലുണ്ടായി, ആരെങ്കിലും അറിഞ്ഞിരുന്നോ? ഒരു നിമിഷത്തിൽ അത് സംഭവിച്ചതാണ്. അപ്പൊ ഇത് വെറുതെ പ്രതികരിക്കുന്നുണ്ട്, എല്ലാവരും ഇത് വന്നിട്ട് പറയുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് അത് മുൻകൈ എടുത്ത് ആ ഡാം ശരിയാക്കാൻ വേണ്ടിയിട്ട് അവര് ഒരുങ്ങുന്നില്ല എന്നുള്ളതാണ്. ഒരുങ്ങിയാൽ മാത്രം പോലെ അത് ശരിയാക്കണം എന്നുള്ളതാണ്.
അപ്പൊ അതിനു വേണ്ടിയിട്ട് ആർക്കൊക്കെ എത്രയൊക്കെ പേർക്ക് അതിനു വേണ്ടിയിട്ട് പറയാൻ കഴിയോ, അതിനു വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് പറയാൻ കഴിയോ, എത്ര പേർക്ക് അത് ആ ഒരു ദുരന്തം ഇല്ലാതാക്കാൻ കഴിയോ, അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് കഴിയോ, അത് നിങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഒരുപാട് കോടീശ്വരന്മാരുണ്ടല്ലേ. ഇനി നമുക്ക് ഗവൺമെന്റ് ഇതിനെ അനുവദിക്കുന്നില്ലെങ്കിൽ തന്നെ എന്തിനാണ് ഈ കേസ് അത് ഇത് പുക്കാറെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നടക്കുന്നത്? തമിഴന്മാര് അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ളവരാണോ ഇതൊക്കെ തീരുമാനിക്കുന്നത്? നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ ഇത് തീരുമാനിക്കുന്ന തമിഴ്നാട്ടിലുള്ള അവരോട് ഇതിന്റെ സീരിയസ്നെസ് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും അവർക്ക് ആ ഒരു മനസാക്ഷി ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് എതിരായിട്ടുള്ള ആക്ഷൻ എടുക്കുകയാണ് വേണ്ടത്. എതിരായിട്ടുള്ള ആക്ഷൻ ആ രാഷ്ട്രീയത്തിലുള്ളവർ എടുക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിമാരായാലും അതിനുള്ള ഇത് എടുക്കുകയാണ് വേണ്ടത്. കാരണം അവിടെ ഇങ്ങനെ അവർക്ക് തർക്കിച്ചുകൊണ്ട് നിൽക്കാനുള്ളൊരു ടൈമല്ലേ ഇതെന്ന് പറയുന്നത് മനുഷ്യരുടെ ജീവൻ മരണ പോരാട്ടമാണ്. മനുഷ്യരുടെ ജീവൻ വെച്ചിട്ടുള്ള ഇത്രയും 4.5 ലക്ഷം മനുഷ്യരുടെ ജീവൻ വെച്ചിട്ടുള്ള ഒരിതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ വെറുതെ എന്താ പറയാ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചോട്ടെ, ഇത്രയും പേര് മരിച്ചാൽ എന്താ, കേരളത്തിലെ ജനങ്ങളല്ലേ മരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇരിക്കുന്നവരോട് നമ്മൾ ഇതാക്കാൻ പോവേണ്ട ആവശ്യമില്ല. അതിനെതിരെ ഇതാക്കിക്കൊണ്ട് നിങ്ങൾ ആ ഒരു റൈറ്റ്സ് എടുത്ത് അത് ശരിയാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതാണ് വേണ്ടത്. ഇതിന്റെ സീരിയസ്നെസ് എത്ര പേര് എത്ര ഉയർന്ന തലങ്ങളിൽ ഇരിക്കുന്നവർ വരെ ലൈവിൽ വന്നിട്ട് അല്ലെങ്കിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനെ കുറിച്ച്. എത്ര പേര് ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്, എത്ര പേര് ഇത് സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് എത്ര ജനങ്ങൾ ഇതിനെതിരെ, പിന്നെ രാഷ്ട്രീയ പ്രവർത്തകരായാലും ജനങ്ങളായാലും എത്ര പേര് ഇതിനെതിരെ വരുന്നുണ്ട്. പക്ഷെ ഇവരെ ആരെയും കണക്കിലെടുക്കുന്നില്ല. എന്നിട്ട് അവരുടേതായ സ്വാർത്ഥത, അവർക്കൊന്നും സംഭവിക്കില്ലല്ലോ, അവരൊക്കെ വലിയ ഉദ്യോഗസ്ഥരാണ്, അല്ലെങ്കിൽ അവരൊക്കെ വലിയ രാഷ്ട്രീയക്കാരാണ്, അല്ലെങ്കിൽ അവരൊക്കെ വല്ല തമിഴരാണ്, അവർക്കൊന്നും സംഭവിക്കില്ലെന്ന് കരുതിയാണ്. ഈ തമിഴ്നാടും ഇല്ലാതാകും, ഈ തമിഴ്നാട് നശിക്കും. കാരണം ഈ പെട്രോൾ പമ്പ് പൊട്ടി തകരുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗ്യാസ് ഏജൻസീസ് ഒരുപാടുണ്ട്, ഈ ഗ്യാസ് ഏജൻസീസിലെ ഗ്യാസുകളെല്ലാം പൊട്ടി തകരുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാടും ഇല്ലാതാവില്ലേ? അല്ലാതെ കേരളം മാത്രമല്ലല്ലോ ഇല്ലാതാവുന്നത്. അപ്പൊ തമിഴ് മക്കളും ഇല്ലാതാവും. അത് മനസ്സിലാക്കുക നിങ്ങൾ. അതുകൊണ്ട് ഒരു കേരളത്തിലൊരു പ്രശ്നം വരുമ്പോ അല്ലാതെ സഹതാപമുള്ളവരാണ് തമിഴര് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അങ്ങനെ ഒരു മനുഷ്യരുടെ ജീവനാണ് ആ സമയത്ത് വില കൽപ്പിക്കേണ്ടത്. അല്ലാതെ വെറുതെ ഇങ്ങനെ എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലി കുറെ മനുഷ്യരുടെ ജീവൻ ഇല്ലാതാക്കാനല്ല ശ്രമിക്കേണ്ടത്. ആ സമയത്ത് യുക്തിപൂർവം ചിന്തിച്ച് ഇങ്ങനെ പരസ്പരം തമ്മിത്തല്ലി വഴക്കിടാതെ, പരസ്പരം കേസും വഴക്കിലും നിൽക്കാതെ ഇത് എങ്ങനെയെങ്കിലും ഈ ഡാം ശരിയാക്കി അത്രയും ജനലക്ഷങ്ങളെ രക്ഷിക്കാന്നുള്ള ചുമതലയാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ്. ഇത് ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവമാണ്. കാരണം അതിന്റെ താഴെ ആ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്, താഴെ ഫുള്ള് ദ്രവിച്ച് ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ് എത്രയോ വർഷം പഴക്കം ചെന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കുക, എത്രയോ വർഷങ്ങൾ പഴക്കം ചെന്നതാണ്. അപ്പൊ അതിന്റെ താഴെ വരെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു. എന്താ പറയാ ചുടുകട്ടകള്, ചുടുകട്ട പോലത്തെ എന്തോ ഒരു കട്ട വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാക്കാം. അപ്പൊ അത് ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. ദൈവങ്ങൾക്ക് പോലും അത് അപ്പൊ അയാൾ പറയാം ദൈവങ്ങളാണ് അത് സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. സത്യം ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ്. അവിടെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ആ ഉദ്യോഗസ്ഥൻ പറയാം ദൈവങ്ങളാണ് ഇത്, എന്തോ ഒരു ദൈവശക്തിയാണ് അല്ലെങ്കിൽ ഒരു പ്രപഞ്ച ശക്തിയാണ് ഇത് സംരക്ഷിച്ച് ഇപ്പോഴും നിർത്തിയിരിക്കുന്നത്. ഈ 4.5 ലക്ഷം മനുഷ്യരുടെ ജീവന് വേണ്ടിയിട്ട് ഏതോ ഒരു പ്രപഞ്ച ശക്തിയാണ് ഇതിനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നതെന്നാണ് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. പക്ഷെ ആ പ്രപഞ്ച ശക്തിക്ക് ഇതിനെ സംരക്ഷിച്ച് നിർത്തുന്നതിന് ഒരു പരിധിയുണ്ട്. അതിൽ കടന്നിത് അത് കൂടുതലായിട്ട് ദ്രവിച്ചു കഴിഞ്ഞ് ഇത് പൊട്ടുന്ന അവസ്ഥയിലാണ്. അയാൾ തീർച്ചയായിട്ടും പറഞ്ഞു ഇത് എപ്പോഴേ ഇത് പൊട്ടി ഇത്രയൊരു വലിയ ദുരന്തം ഉണ്ടാവേണ്ട സാഹചര്യമാണ്. പക്ഷേ അത് ഇപ്പോഴും ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തുന്നത് ഏതോ ഒരു പ്രപഞ്ച ശക്തിയാണ് അത് ഇപ്പോഴും സംരക്ഷിച്ച് നിർത്തുന്നത് എന്നാണ് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞ മുല്ലപ്പെരിയാർ ഡാമിൽ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കൂ എന്നുള്ളതാണ്. ഇപ്പൊ വയനാടില് നിങ്ങൾക്ക് മനസ്സിലാക്കാം, വയനാടിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ എന്താണ് ചാൻസ്? അവിടെ പല പ്രാവശ്യം പറഞ്ഞാണ് ഇത്രയും പ്രദേശങ്ങളിൽ അതിങ്ങനെ ഒരു ചാൻസ് ഉള്ളതാണെന്ന് പല പ്രാവശ്യം പറഞ്ഞേ. പക്ഷെ അവിടുന്ന് അത്രയും ജനങ്ങളെ മാറ്റി പാർപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേറൊരു ഷെൽട്ടർ കൊടുക്കാനോ ഉള്ള ഒരിത് അവർ ചെയ്തില്ല. അപ്പൊ ഇതൊരു സുപ്രഭാതത്തിൽ, ഇതിപ്പോ ആരും പ്രതീക്ഷിച്ചതല്ല. ഈ പറയുന്ന പോലുള്ള ഒരു മനുഷ്യരും ഇത് പ്രതീക്ഷിച്ചതല്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഇങ്ങനെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായത്.
അപ്പൊ അതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം പ്രകൃതിക്ക് പോലും അല്ലെങ്കിൽ ദൈവിക ശക്തികൾക്ക് പോലും ചിലപ്പോ അതിനെ പിടിച്ചു നിർത്തുന്നതിന് ഒരു ടൈമുണ്ട്. അതിനെ പിടിച്ചു നിർത്തുന്നതിന് ഒരു പരിധി ഉണ്ടായിരിക്കും. അതും കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ആർക്കും ചിലപ്പോൾ പ്രപഞ്ച ശക്തികൾക്ക് പോലും അത് പിടിച്ചു നിർത്താൻ കഴിയാത്തൊരവസ്ഥയാവും. അത് മനസ്സിലാക്കും. നിങ്ങളൊന്ന് മനസ്സിലാക്കും. ഒരു സംഭവം ദ്രവിച്ചിരിക്കുകയാണ്, ഒരുപാട് ദ്രവിച്ചിരിക്കുകയാണ്, അതിനെ കുറച്ച് താങ്ങി നിർത്തുകയാണ്. എന്നാലും അത് വീണ്ടും വീണ്ടും ദ്രവിച്ച് വരുമ്പോൾ അത് പൊട്ടുക തന്നെ ചെയ്യും, അത് നശിക്കുക തന്നെ ചെയ്യും. അപ്പൊ അത് നിങ്ങൾ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് പലരും വന്ന് പറയുന്നുണ്ട്, പല ആൾക്കാർ, നല്ല ആൾക്കാർ വന്ന്, എത്രയോ വലിയ പൊസിഷൻസിൽ ഇരിക്കുന്ന ആൾക്കാർ വരെയും വന്ന് ഇതിനെക്കുറിച്ച് പ്രതികരിച്ച് FBയിലും ഇൻസ്റ്റയിലും യൂട്യൂബിലും അവിടെ ഇവിടെ എല്ലാം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് ഒന്നും ഇത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മനുഷ്യരുടെ ജീവന് ഒരല്പം പോലും വില കൽപ്പിക്കാതെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടിരിക്കാൻ എങ്ങനെയാണ് ഇവർക്ക് കഴിയുന്നത്? എങ്ങനെയാണ് ഈ വലിയ ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ ഈ വലിയ രാഷ്ട്രീയ പാർട്ടികൾക്കും അല്ലെങ്കിൽ ഈ തമിഴന്മാർക്കും ഇവർക്ക് ഈ അണ്ണാച്ചിമാർക്കും ഒക്കെ കഴിയുന്നത്? ഞാൻ ഇങ്ങനെ തന്നെ പറയും. കാരണം നിങ്ങൾക്ക് ഈ തമിഴ്നാട്ടിലുള്ളവർക്ക് ഒരു റെസ്പെക്ട് തന്നിരുന്നു. ഒരു റെസ്പെക്ട് എന്ന് പറയുന്നത് ഞങ്ങൾ അങ്ങോട്ട് തന്നിരുന്നു. പക്ഷേ ഇപ്പൊ നമ്മൾ കേരളത്തിലുള്ളവരോട് കാണിക്കുന്നത് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അവർ നമ്മുടെ കേരള മക്കളോട് കാണിക്കുന്നത് വളരെ ക്രൂരതയാണ്. നിങ്ങൾ ക്രൂവൽറ്റിയിലേക്കാണ് പോകുന്നത്. நீங்க பண்றது தப்புதா, நீங்க பண்றது பெரிய தப்புதா. எல்லாருமே வந்து கடவுளோட மக்கள் தான். நம்ம கேரளா மக்களும் வந்து கடவுளோட மக்கள் தான். ஆனா இந்த தமிழர்கள் செய்யறது ரொம்ப தப்பு. அதுக்கான நீங்க பெரிய விலை கொடுക്കേണ്ടി വരും. അത് എനിക്ക് പറഞ്ഞേ മതിയാകത്തുള്ളൂ. തമിഴ് മക്കളോട് എനിക്ക് പറഞ്ഞേ പറയാം. ഇത് നിങ്ങൾ തന്നെ മുന്നിട്ട് ഇറങ്ങിയിട്ട് ഇത് ശരിയാക്കാനായിട്ട് നിങ്ങളാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്കിത് ശരിയാക്കിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വെള്ളം തരാതെ ഒന്നും ഇരിക്കത്തില്ല കേരളം. മനസ്സിലായോ? അപ്പൊ അവര് ചെയ്യുന്നത് തെറ്റാണ്. നിങ്ങൾ മനസ്സിലാക്കി. ഇത്രയും 4.5 ലക്ഷം, 1, 2 അല്ല, 4.5 ലക്ഷത്തിലധികം ജനങ്ങളുടെ ജീവനാണ് ഇപ്പൊ ഭീഷണിയായിട്ടിരിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കുക. അപ്പൊ ഇത് എത്ര പേര് വന്ന് പറഞ്ഞു, ഇതിനെതിരെ എത്ര പേര് അപ്പൊ ഞാൻ തന്നെ കുറെ ഷെയർ ചെയ്തിട്ട് ഫേസ്ബുക്കിൽ കുറെ പേർക്ക് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളിലും പലർക്കും ഇത് കിട്ടിയിട്ടുണ്ടാവാം ഒരുപക്ഷെ. അപ്പം ഞാനിത് ഷെയർ ചെയ്ത് കൊടുത്ത ടൈമില് എന്നോട് ഒരാൾ ചോദിച്ചതാണ്, വെറുതെ കൊച്ചി ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ എന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ വെറുതെ പറഞ്ഞ് പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് തെളിവ് സഹിതം അവിടെ പോയി നേരിട്ട് കണ്ട് അത്രയും വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്ത ആ ഉദ്യോഗസ്ഥൻ അറിഞ്ഞ കാര്യമാണ്. അപ്പൊ അത് വെറും കള്ളമായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ നിസാരമായിട്ട് നമ്മൾ തള്ളിക്കളയേണ്ട കാര്യമല്ല. ഇത് വെറുതെ തമാശയ്ക്ക് പറയുന്നതോ അല്ലെങ്കിൽ നിസാരമായിട്ട് പറയുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് പറയുന്നതോ അല്ല. ഇത്രയും 4.5 ലക്ഷം ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കാന്നുള്ളതാണ്. അപ്പൊ ഇത് ഇങ്ങനെ ഇത്രയും വലിയൊരു അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, ഒരു സൂചനയായിട്ടായിരിക്കും ഉരുൾപൊട്ടൽ വന്നപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി, ഈ വയനാട്ടിൽ ഉരുൾപൊട്ടൽ വന്നപ്പോൾ എത്രയോ കുഞ്ഞു മക്കളാണ് അല്ലേ, വലിയവരുടെ കൂടെ കുഞ്ഞു മക്കൾ വരെ മരിച്ചില്ലേ. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. അപ്പൊ ഈ 4.5 ലക്ഷം ജനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ എത്ര കുട്ടികളാണ്, എത്ര അമ്മമാർ, അച്ഛന്മാർ, എത്ര പേര് കാണും? അപ്പൊ നിങ്ങൾ ചിന്തിക്കൂ, ചിലപ്പോ ഈ 4.5 ലക്ഷത്തിലൊന്നും ഒതുങ്ങത്തില്ല, അതിൽ കൂടുതൽ ആവാനും ചാൻസ് ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെയുള്ള പെട്രോൾ പമ്പ്, അതുപോലെ ഗ്യാസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കേരളം ഫുള്ള് പോവും. തമിഴ്നാട്, ഈ പറയുന്ന എതിർത്ത് നിൽക്കുന്ന ഈ തമിഴ് മക്കൾ എന്ന് പറയുന്ന തമിഴ്നാടും പോവും. ഈ പറയുന്ന പോലെയുള്ള പിന്നെ എവിടെ ബംഗാൾ അല്ല, വേണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ വരെയും പോവും. അത് മനസ്സിലാക്കുക നിങ്ങൾ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്രയും മനുഷ്യരുടെ ഇത്രയും മനസ്സിൽ തട്ടി, ഭഗവാൻ ശിവനാണ്, ദേവിയാണ്, എൻ്റെ കൃഷ്ണനാണ് സത്യം, ഞാൻ മനസ്സിൽ തട്ടി പറയുകയാണ്, സകല ദൈവങ്ങളാണ് മനസ്സിൽ തട്ടി പറയുകയാണ്. എനിക്കിത് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഒരു സ്വാർത്ഥത, എൻ്റെ സ്വാർത്ഥത അങ്ങനെ ഒന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത്. കാരണം ഇതെന്ന് പറയുന്നത് ഒരു അത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്.
ഈ 4.5 ലക്ഷത്തിലധികം ഉള്ള മനുഷ്യരുടെ സീരിയസ് ആയിട്ടുള്ള അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യം. അതുകൊണ്ട് നിങ്ങളിൽ എത്രയൊക്കെ പേർക്ക് ഇതിനെതിരെ പ്രതികരിക്കാൻ പറ്റുമോ, എത്രയൊക്കെ പേർക്ക് ഇതിനുവേണ്ടി പ്രവർത്തിക്കാൻ പറ്റുമോ. ഇനി ഒരുപാട് പൈസ ഉള്ളവരുണ്ടെങ്കിൽ അവർ വന്ന് ഡൊണേറ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ അവര് പറഞ്ഞ് ഇതാക്കട്ടെ. കുറെ ചലച്ചിത്ര പ്രവർത്തകരുണ്ട്, അവരെല്ലാം ഇതിന് മുന്നോടിയായിട്ട് ഇറങ്ങട്ടെ. അങ്ങനെ എന്താ പറയാ, എങ്ങനെ ഈ മക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഈ നമ്മുടെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആർക്കൊക്കെ ഇതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയോ, ആർക്കൊക്കെ ഇതിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ആർക്കൊക്കെ പ്രവർത്തിക്കാൻ കഴിയോ അവരെല്ലാവരും പ്രവർത്തിക്കട്ടെ. അങ്ങനെ നമ്മുടെ കേരളത്തിൽ രക്ഷിക്കട്ടെ, ഈ ഡാം ശരിയാക്കട്ടെ. അതോടൊപ്പം നമ്മുടെ കേരളത്തിനെയും എല്ലാ നാടുകളെയും രക്ഷിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയ്ക്കും വിഷമമുണ്ട്, അത്രയ്ക്കും എനിക്ക്. കാരണം ഞാൻ ഒരു സംഭവം ഇത് അറിഞ്ഞു കഴിഞ്ഞ ശേഷം അത്രയ്ക്കും വിഷമമുണ്ട്. ഇതിപ്പോ ഒരു വ്യക്തി പറഞ്ഞ കാര്യമല്ല, പല വ്യക്തികളായിട്ട് പല സമയങ്ങളിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ഈ ഡാമിൽ ഇങ്ങനെ ഒരു പ്രശ്നമാണ്, ഇത്രയും ശോചനീയ അവസ്ഥയിലാണ്, അത്രയും ദ്രവിച്ച ഒരു അവസ്ഥയിലാണ്, ഇത് ഏത് നിമിഷവും ഇല്ലാതാവാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇത് ഇരിക്കുന്നത്. ഇതിന് നിങ്ങൾ സീരിയസ്നെസ് മനസ്സിലാക്കൂ എന്നാണ് അവർ പറയുന്നത്. അത് സത്യമായ കാര്യമാണ്, ഇത് സത്യമായ കാര്യമാണ്. എന്റെ ശിവഭഗവാൻ സത്യമാണെന്നുണ്ടെങ്കിൽ സത്യമായ കാര്യമാണ്, നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇതിനെ നിങ്ങൾ ഒരു അടിയും വഴക്കിലും അങ്ങനെ ഒരു ഇതിൽ പോയി കേസായിട്ട് ഇത് പോവാതെ മനുഷ്യരുടെ ജീവനാണ് വലുത് എന്നുള്ള ഒരു ഇത് മനസ്സിലാക്കി ഈ ഡാം എത്രയും പെട്ടെന്ന് ശരിയാക്കാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കെന്നല്ല, എന്നെ പോലെയുള്ള ഒരുപാട് ലക്ഷക്കണക്കിന് ഇനി ആ നാട്ടിലുള്ള പാവപ്പെട്ട ഒരുപാട് പേടിച്ചു കഴിയുന്ന, ഓരോ ദിവസവും രാത്രി ഉറങ്ങുമ്പോൾ പേടിച്ച് ഉറങ്ങുന്ന അത്രയും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, അത്രയും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട്. നമുക്കും ഇനി ജീവിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ കൂടി ഇതൊരു തീരാ ദുഃഖമായിരിക്കും. ഇങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ കൂടി നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ നമുക്ക് സഹിക്കാൻ കഴിയും. നമ്മൾ എത്ര ബന്ധുക്കൾ കാണും, എത്ര പേര് കാണും, എത്ര കുഞ്ഞുങ്ങൾ കാണും, എത്ര പേര്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇതെന്ന് പറയുന്ന ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇതിനെ മുൻകിട്ട് എല്ലാവരും, എത്രത്തോളം ഇത് ക്യാഷ് ഉള്ളവരായാലും വലിയ ഉയർന്ന തലങ്ങളിൽ ഇരിക്കുന്നവരായാലും ചലച്ചിത്ര മേഖലയിലുള്ളവരായാലും അതല്ല ഇനി ഏത് ഉദ്യോഗസ്ഥരായാലും എല്ലാവരും ഇതിനു വേണ്ടിയിട്ട്, എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങാന്നുള്ളതാണ്. നിങ്ങൾ ഒരിത് പോരാടുക എന്നുള്ളതാണ്. പോരാടി നിങ്ങൾ ഈ ഡാം എങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ ഡാം ശരിയാക്കുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്യേണ്ടത്. അത് നിങ്ങൾ ചെയ്യുക, തീർച്ചയായിട്ടും ചെയ്യുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജനങ്ങളുടെ ജീവൻ എന്ന് പറയുന്നത്, ഒരു ചെറിയ ജീവനായാലും ഒരു ജീവനായാലും നമുക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജനങ്ങളുടെ ജീവന് വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഡാം ശരിയാക്കുക എന്നുള്ളതാണ്. അതിന് ആർക്കൊക്കെ, പട്ടാളക്കാര്, പോലീസുകാര്, ഉദ്യോഗസ്ഥര്, പിന്നെ രാഷ്ട്രീയ പ്രവർത്തകർ, ചലച്ചിത്ര പ്രവർത്തകര്, അല്ലെങ്കിൽ ഉന്നത നിലയിലിരിക്കുന്ന ധനമുള്ളവര്, എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി പ്രവർത്തിക്കുക. ഈ ഡാം എത്രയും പെട്ടെന്ന് തന്നെ ഈ ഡാം ശരിയാക്കുക എന്നുള്ളതാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അത്രയ്ക്കും ഞാൻ വേറൊരു സംഭവം എനിക്ക് ഉണ്ടായിട്ടാണ്, ഞാൻ ഒരു സത്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എനിക്ക് അത്രയ്ക്കും ഒരു ഇതുണ്ട്. ഞാൻ യോഗ ചെയ്തപ്പോഴും ഞാൻ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല, അപകടം സംഭവിക്കുന്നതായിട്ടല്ല, പക്ഷേ അത് നിങ്ങൾ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുക. ഈ വയനാട്ടിൽ ഈ ഒരു ഉരുൾപൊട്ടൽ നടക്കുന്ന സമയത്ത് അതിന്റെ 3 ദിവസം മുന്നേ ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ കുറെ പേര് ഒലിച്ചു പോകുന്നതായിട്ട് ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അതിന്റെ സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കുക. ദയവ് ചെയ്തിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഡാം ശരിയാക്കുക എന്നുള്ളതാണ്. ഭഗവാന്റെ നാമത്തിൽ, ദേവിയുടെ നാമത്തില്, സകല ദൈവങ്ങളുടെ നാമത്തില് ഞാൻ പറയുകയാണ്, ഈ ഡാം നിങ്ങൾ ശരിയാക്കുക. എങ്ങനെയൊക്കെ എത്രയൊക്കെ പേർക്ക് ഇത് സംഘടിച്ച്, എത്രയൊക്കെ പേർക്ക് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച്, എത്രയൊക്കെ പേർക്ക് ഇത് ശക്തമായിട്ട് നിന്നത് ശരിയാക്കാൻ പറ്റുമോ അതിനു വേണ്ടിയിട്ട് ശരിയാക്കുക എന്നുള്ളത്. അതുപോലെ തമിഴ്നാട്ടിലുള്ളവർ ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുക, അവരും ഇതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരുമിച്ച് നിൽക്കുക. ഒരുമിച്ച് നിന്ന് നിങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാക്കിയിട്ട് ജനങ്ങളുടെ ആയുസ്, ജനങ്ങളുടെ ജീവനാണ് വലുതെന്ന് മനസ്സിലാക്കി ഈ ഡാം നിങ്ങൾ ശരിയാക്കുക എന്നുള്ളതാണ്. അത് ചെയ്യുക. ഓക്കെ. ഓം നമഃ ശിവായ. ഓം സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ജയ് ശ്രീ രാധേശ. ഹരേ കൃഷ്ണ. ഇനി ആരൊക്കെയാ വന്നിട്ടുള്ളേ നോക്കാം കേട്ടോ.
അമൽ ദേവ്, സൂര്യൻ, ശരത് കുമാർ, ഡിപ്, ഫുഡീസ്, മേജർ, ശരത് കുമാർ മാണിക്കൽ. അതെ, അതാണ് ശരി. അതെ, ശരിയാണ്. അഭിജിത്ത് കോരി, ശശികുമാർ, കലാസാഗർ, സഞ്ജു, അനു, സനൽ, രേവതി, കാർത്തിക, വിശ്വനാഥ്, മനു, രഞ്ജിനി, ഹരിത. ഹരേ കൃഷ്ണ. അപ്പം തീർച്ചയായിട്ടും ഇത് സീരിയസ് ആയിട്ട് കാണുക. നിങ്ങൾ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. എത്രയും പെട്ടെന്ന് നമുക്ക് ഡാം ശരിയാക്കണം. നമുക്ക് ഇത്രയും ആൾക്കാരെ നമുക്ക് രക്ഷിക്കണം. നമുക്ക് ഇത്രയും മനുഷ്യരുടെ ജീവൻ എന്ന് പറയുന്നത് അത്രയും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഇതിനു വേണ്ടി ആർക്കൊക്കെ പ്രവർത്തിക്കാൻ പറ്റുമോ അവരെല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങുക. അതുപോലെ നമ്മുടെ മന്ത്രിമാരെയും ആ ഒരു ഇത് നിങ്ങൾ അറിയിക്കുക. അവരും ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങുക. രാഷ്ട്രീയ പ്രവർത്തകരായാലും ഈ ഒരു ഡാം ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങുക. അങ്ങനെ ഉദ്യോഗസ്ഥരായാലും ഈ ഒരു ഡാം ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങുക. പൈസ ഉള്ളവര്, ധനമുള്ളവര്, ചലച്ചിത്ര മേഖലയിലുള്ളവർ, ആർക്കൊക്കെ ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യാമോ അവരും ഇറങ്ങുക. എല്ലാവരും ഇറങ്ങുക. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും ഈ മനുഷ്യരുടെ ജീവന് വേണ്ടിയിട്ട് ഒന്നിച്ച് നിന്ന് അതിന് ആ ഡാം ശരിയാക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് എത്രത്തോളം പ്രാവർത്തികമാവുമെന്ന് അറിയില്ല. പക്ഷെ ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട് പറയണ കാരണം അത്രയ്ക്കും ശോചനീയ അവസ്ഥയാണ് ഈ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് അവിടെ പോയി അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയവരാണ് ഇത് പറയുന്നത്. അവിടെ പോയി നേരിട്ട് കണ്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ. അത്രയ്ക്കും ശോചനീയ അവസ്ഥയാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. അത് പൊട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെയുള്ള പെട്രോൾ പമ്പ്, അതുപോലെയുള്ള ഗ്യാസ് ഏജൻസീസ്, ഇതെല്ലാം പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4.5 ലക്ഷം ജനങ്ങളായിരിക്കില്ല ജീവന് ഭീഷണി വരുന്നത്. അതിൽ കൂടുതൽ ജനങ്ങൾക്കും മറ്റുള്ള സംസ്ഥാനങ്ങളിലും സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെ പ്രവർത്തിക്കുക. ഈ ഡാം എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ശരിയാക്കുക. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ഈ വീഡിയോ എത്ര പേർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രയും പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും നിങ്ങൾ പറയുക. ഇത് കാണുന്നവരും എല്ലാവരും അതിനു വേണ്ടി പ്രവർത്തിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹരേ കൃഷ്ണ.